വേണ്ട സർ, അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ആര് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാനാണെന്ന്? എനിക്ക് അവരൊന്ന് കാണണം, അത്ര തന്നെ. എടാ സൂര്യ, അച്ഛൻ വന്നോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെ വാ. എക്സ്ക്യൂസ് മീ, കഴിഞ്ഞ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ബോർഡ് മീറ്റിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അർഹതയില്ലാത്തവർ അർഹതയില്ലാത്തടത്ത് വലിഞ്ഞു കയറി ഇരിക്കാൻ വന്നതല്ല ഞാൻ. ഇവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങുന്നു. അത് കേട്ടിരിക്കാനുള്ള ക്ഷമ മേഡത്തിന് ഇല്ലെങ്കിൽ മേഡത്തിന് ഇറങ്ങി പുറത്തു പോവാം. കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ നന്ദിനിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായി നന്ദിനിയുടെ പരിമിതികളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നിട്ടും നന്ദിനി പുതിയൊരു പ്രോഡക്റ്റിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ നിങ്ങൾ നന്ദിനിയോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ. എന്ത് പറ്റി? ഇന്നെല്ലാരും ഒന്ന് മറന്നുപോയോ? ഇറ്റ്സ് എ കമ്പനി മീറ്റിംഗ്. ഐ നോ ദാറ്റ്. അല്ല, ഈ മീറ്റിങ്ങുകൾ ഇംഗ്ലീഷിലാവണമെന്ന് ആരുടെ നിയമമാണ്? ആരുടെ നിർബന്ധമാണ്? അല്ല, എന്താ ലാംഗ്വേജ്? ആശയങ്ങൾ പരസ്പരം കൈമാറാനുള്ള ഒരു മീഡിയം മാത്രമാണ്. അത് ഇംഗ്ലീഷ് ആവാം, മലയാളമാവാം, ഹിന്ദി ആവാം, ഫ്രഞ്ച് ആവാം, ജർമ്മനും ആവാം. പിന്നെ ഇംഗ്ലീഷിലൊരു വിധേയത്വം നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് കുറെ കാലം ഇംഗ്ലീഷുകാരന്റെ കോളനിയായി നമ്മളൊക്കെ കിടന്നതിന്റെ ഒരു അടിമത്വമാണ്. ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നോ ഒരു കാര്യം കൊണ്ട് മാത്രം ആരെങ്കിലും മിടുക്കന്മാരാവാറുണ്ടോ? പാടത്ത് പണിയെടുക്കുന്ന നല്ല കർഷകന്റെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എത്തുമോ? ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രൊഫഷനെ ഇംഗ്ലീഷ് പറഞ്ഞു മാത്രം അവന്റെ പ്രൊഫഷനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നോ, നെവർ. പിന്നെ നമ്മൾ സ്ഥിരം കാണിക്കുന്ന അഹങ്കാരം, ജാട, ഇതിനെയൊക്കെ കൂട്ടുപിടിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. നിങ്ങളിപ്പോ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ നന്ദിനി ഇപ്പൊ അപമാനിച്ചു. എടോ, ഇംഗ്ലീഷ് പഠിക്കാൻ എത്ര നാൾ വേണം? ജസ്റ്റ് 2 or 3 months. അതിനുള്ളിൽ ഒരാൾക്ക് നിങ്ങളെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ആ 2-3 മാസത്തെ പേരിലാണോ നിങ്ങളുടെ ഈ അഹങ്കാരമൊക്കെ? ആ 2-3 മാസത്തെ ഒരാളുടെ കഴിവ് കുറവിന്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾ അപമാനിക്കപ്പെടുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ ആ മര്യാദ നിങ്ങൾ തിരിച്ചും കാണിക്കണമായിരുന്നു. മറ്റൊരാളെ അപമാനിക്കാൻ വേണ്ടി ഈ മീറ്റിംഗ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നെങ്കിലും അത് തെറ്റ് തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന അതേ ഭാഷയിൽ ഉത്തരം പറയുന്ന നന്ദിനി ഈ സീറ്റിൽ അധികം വൈകാതെ ഉണ്ടാവും. എല്ലാരും അത് ഓർത്തിരുന്നാ നല്ലത്. നന്ദിനി വാ. അതെ, നിങ്ങൾ എവിടെ പോകുന്നു? ഇവിടെ ഇരിക്കേ. ഇത്തരം വൈകാരിക പ്രകടനങ്ങൾക്കൊന്നും ബിസിനസ്സിൽ നമുക്ക് ഇടം കൊടുക്കാൻ പറ്റില്ല. യെസ്, കണ്ടിന്യൂ ദ മീറ്റിംഗ്. മാഡം, ഇംഗ്ലീഷ് 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 എന്താ ഇവർ കരുതി വെച്ചിരിക്കുന്നത്? ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അയാളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ. നന്ദിനി, താൻ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഇന്ന് താൻ കണ്ടില്ലേ, അമ്മയോട് മാത്രമല്ല നമ്മുടെ വെല്ലുവിളി. ആ ബോർഡ് മീറ്റിംഗിൽ ഇന്ന് ഹാജരായ മുഴുവൻ പേരോടുമായിട്ടാ സാധിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക്.
ഇന്ന് തനിക്കെതിരെ സംസാരിക്കാൻ നാവ് ഉയർത്തിയ ഒരൊറ്റ ആളെ പോലും വെറുതെ വിടാൻ പാടില്ല. അതിന് തനിക്ക് പഠിക്കാൻ എന്ത് ഹെൽപ്പാണ് വേണ്ടത് അത് ഞാൻ ചെയ്യാം. +2 പഠനം പാതി വഴിയിൽ നിന്ന് പോയല്ലേ, നമുക്ക് ഡിഗ്രി എടുക്കാം. അതിനോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷും പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് ഒരു ദിവസം ഇതേ ആളുകളുടെ മുമ്പിൽ വെച്ച് അവർക്ക് സംസാരിച്ചെത്താൻ പോലും പറ്റാത്ത വിധത്തിൽ താൻ സംസാരിക്കണം. എടോ, താൻ എന്താ ഒന്നും മിണ്ടാത്തേ? എനിക്ക് ഇക്കാര്യത്തിൽ വലിയ നാണക്കേടൊന്നും തോന്നുന്നില്ല സർ. അത്രയും വലിയൊരു പദവിയിൽ എന്നെ കൊണ്ടുപോയിരുത്തുമ്പോൾ സാറിനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നല്ലേ. ഇന്നത്തെ മീറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ പോലും ഞാനില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല, എന്നെ നിർബന്ധിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും സാർ വാശി കാണിച്ചു. എപ്പോഴും സാറിന്റെ വാശി മാത്രം ജയിക്കണമെന്നില്ലല്ലോ. ഇന്നവര് ജയിച്ചു, അത്രേ ഉള്ളൂ. എടോ, ആ കാര്യമല്ല തന്നോട് ഞാൻ ചോദിച്ചത്. താൻ പഠിക്കാൻ തയ്യാറാവണം, ഈ വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവണം. സർ, ഞാൻ ചെന്നിരുന്ന കസേര ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ഞാൻ പറയാം. ഇതിപ്പോ ഞാൻ ആ സ്ഥാനം ആഗ്രഹിച്ചിട്ടേ ഇല്ല. അപ്പൊ പിന്നെ എനിക്കെന്താ? അപ്പൊ തോറ്റു കൊടുക്കാനാണോ തന്റെ ഉദ്ദേശം? നന്ദിനി, എന്റെ ജീവിതത്തിൽ എന്നെ തിരുത്താൻ വേണ്ടിയിട്ട് താൻ പലതും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്റെ കാര്യത്തിൽ എനിക്കും സാധിക്കും. അല്ലാതെ പിന്നെ എങ്ങനെയാ? സർ, ഒരു ഡിഗ്രി എടുക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുക, എന്നിട്ട് എല്ലാവരുടെയും മുകളിലേക്ക് എത്തുക, ഇത് മാത്രമാണ് ജീവിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താഴെത്തട്ടിലുള്ളവർക്കൊരു ജീവിതമില്ലേ, സ്വപ്നങ്ങളില്ലേ? എന്നെ ആ വഴിക്ക് വിട്ടേക്ക് സർ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ ജീവിച്ചോളാം. ഞാൻ സമ്മതിക്കില്ല. എടോ, തനിക്ക് വേണ്ടി ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് എന്ത് തന്നെ ആയാലും അതൊക്കെ സംഭവിച്ചേ പറ്റൂ. എടോ, പെട്ടെന്ന് താനൊരു തീരുമാനം എടുക്കണ്ട. മനസ്സിലിട്ട് നന്നായിട്ട് ആലോചിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്താം. പക്ഷെ സർ, മിണ്ടായിരിക്കുന്ന നീ അങ്ങനെ എല്ലാ കാര്യത്തിനും എതിരിപ്പോ പറയാൻ തുടങ്ങിയാ അതിനെ നേരണ്ടാവും. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് താൻ വളർന്നെത്തണം. എത്തിയേ പറ്റൂ.